നടിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച കേസിൽ ഗൂഢാലോചന കുറ്റത്തിന് അറസ്റ്റിലായ നടൻ ദിലീപിന്റെ ജാമ്യ ഹർജി വിധി പറയാൻ മാറ്റി. ഇതിനിടെ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയെ ഹൈക്കോടതി വിമർശിച്ചു. ദിലീപിന്റെ ജാമ്യം തള്ളിക്കൊണ്ടുള്ള നിരീക്ഷണം ഏറെ നേരത്തെയായി പോയെന്ന് ഹൈക്കോടതി പറഞ്ഞു. ജാമ്യം തള്ളിയത് സമാന മനസ്കർക്കും സമൂഹത്തിനുമുള്ള പാഠമാണെന്ന അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയുടെ പരാമർശത്തെയാണ് കോടതി വിമർശിച്ചത്. അന്വേഷണവുമായി ദിലീപ് സഹകരിക്കുന്നുണ്ടെന്നും ദിലീപിനെതിരായ അന്വേഷണം പൂർത്തിയായതാണെന്നും പ്രതിഭാഗം വാദിച്ചു. പൾസർ സുനി സിനിമാ സെറ്റുകളിലെ സ്ഥിരം സന്ദർശകനാണെന്നും ദിലീപിനൊപ്പമുള്ള ഫോട്ടോ എങ്ങനെ ഗൂഢാലോചനയ്ക്ക് തെളിവാകുമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ ചോദിച്ചു. കുറ്റം ചെയ്യാനുള്ള മാനസിക ഐക്യമുണ്ടെങ്കിലേ ഗൂഢാലോചനയാകൂ. പോലീസ് പറയുന്ന ഗൂഢാലോചനകൾക്ക് തെളിവില്ല. ബ്ലാക്ക്മെയിൽ പരാതി നൽകിയത് പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ്. പൾസർ സുനിയുടെ കുറ്റസമ്മതം അംഗീകരിക്കാവുന്ന തെളിവല്ലെന്നും അദ്ദേഹം വാദിച്ചു. ദിലീപിനെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ വാദങ്ങൾക്ക് തെളിവില്ല. സുനിയും ദിലീപും തമ്മിൽ എന്താണ് സംസാരിച്ചതെന്നോ എന്തിനാണ് കണ്ടതെന്നോ തെളിയിക്കാൻ സാക്ഷികളില്ല. അന്വേഷണവുമായി എപ്പോൾ വേണമെങ്കിലും സഹകരിക്കാം. ദിലീപിന് പൂർത്തിയാക്കാൻ ഒട്ടേറെ സിനിമകളുണ്ടെന്നും അഭിഭാഷകൻ വാദിച്ചു. ആക്രമിക്കപ്പെട്ട നടി ദിലീപിന്റെ പേര് ഇതുവരെ പരാമർശിച്ചിട്ടില്ലെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. ജാമ്യാപേക്ഷ അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം നേരത്തെ തള്ളിയ കോടതി ഇന്നേക്ക് മാറ്റുകയായിരുന്നു. നേരത്തെ ദിലീപിന്റെ ജാമ്യാപേക്ഷ അങ്കമാലി ഫസ്റ്റ് ക്ലാസ് കോടതി തള്ളിയിരുന്നു. മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചാൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാൻ അവസരമുണ്ടെങ്കിലും അതിന് ശ്രമിക്കാതെ ദിലീപ് നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. കേസിൽ ഗൂഢാലോചനയില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയും ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. തനിക്കെതിരെ തെളിവുകളൊന്നുമില്ല, സാക്ഷികളെ സ്വാധീനിക്കുമെന്ന വാദം അടിസ്ഥാനരഹിതമാണ്. അറസ്റ്റ് സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപ് ജാമ്യ ഹർജിയിൽ അവകാശപ്പെട്ടിരിക്കുന്നു. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം.